നമുക്ക് വടക്കം മൂവിയുടെ എക്സ്പ്ലനേഷൻ കിടക്കാം. ഇതൊരു ഹൊറർ മൂവിയാണ്. കഥയിലേക്ക് കിടക്കാം. ഇവിടെ രാമനെ കാണിക്കുന്നു. അവനാണ് നമ്മുടെ ഹീറോ. സയൻസ് പരമായി ഗവേഷണം ചെയ്ത് പ്രേതത്തെയും പിശാചിനെയും കണ്ടുപിടിക്കുന്ന ആളാണ് ഹീറോ. കേരളത്തിൽ നിന്നൊരു പോലീസുകാരൻ ഹീറോയെ വിളിക്കുകയാണ്. കേരളത്തിൽ ഒരു റിയാലിറ്റി ഷോ നടന്നപ്പോൾ 7 പേര് മരിച്ചുപോയി. അത് ദുരൂഹത നിറഞ്ഞതാണ്. അത് കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞാണ് ഹീറോയെ വിളിക്കുന്നത്. അതിന് ഹീറോയെ കൊണ്ട് സഹായിക്കാൻ പറ്റുള്ളെന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് മേഘയുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ അയച്ചു തരാമെന്ന് പറയുന്നു. വീഡിയോ കണ്ട ഹീറോയ്ക്ക് ഇത് ശരിക്കും ഒരു പ്രശ്നമുള്ള കേസാണ്. ഇത് കണ്ടെത്തണമെന്ന് ഹീറോ തീരുമാനിക്കും. കൂടെയുള്ള ഹാനയോട് പറയുന്നു നമ്മൾ ഉടനെ കേരളത്തിലോട്ട് പോകണമെന്ന്. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവർ മേഘയുടെ വീട്ടിലാണ് പോകുന്നത്. മേഘ കാണുമ്പോൾ ഹീറോയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. മേഘയുടെ ബോയ്സ് ഫ്രണ്ട് ആണ് ഹീറോ. ലവ് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് രവിവർമ്മയെ മേഘ കല്യാണം കഴിക്കുന്നത്. ജോസഫ് എന്ന പോലീസുകാരൻ ഹീറോയെ വന്ന് കാണുന്നു. അന്ന് ആ റിയാലിറ്റി ഷോയിൽ തന്ന മരണമാണിത്. എങ്ങനെയാണ് ഇവർ മരിച്ചതെന്ന് ഒരു പിടിയുമില്ല. ഞാൻ കണ്ടതിൽ ഒരു വ്യത്യസ്തമായ കേസാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ തന്നെ ഈ കേസ് തരുന്നത്. ഇത് വേറെ ആരും അറിയരുത്. ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ പണി തന്നെ പോകും. ഹീറോ മുകളിൽ കയറി ആ വീഡിയോ നോക്കുകയാണ്. വീഡിയോയ്ക്കകത്തുള്ളത് അവരെയാണെങ്കിൽ ഒരു ഹൗസിൽ കൊണ്ട് താമസിച്ചിരിക്കുകയാണ് 6 പേര്. എന്നിട്ട് അവർക്ക് ടാസ്കുകളൊക്കെ കൊടുക്കുകയാണ്. അത്ര നേരത്താണ് അവരുടെ ഗെയിമുകളെല്ലാം കഴിയേണ്ടത്. ആ ഗെയിമിൽ ജയിച്ചാൽ 1 കോടി രൂപയാണ് സമ്മാനം. ആ റിയാലിറ്റി ഷോ അങ്ങനെയുള്ളതായിരുന്നു. ബ്രഹ്മഗിരി എന്ന ഒരു ഐലൻഡിലാണ് ഈ ഷോ നടക്കുന്നത്. മത്സരിക്കുന്നത് 6 പേരാണ്. 3 പെൺപിള്ളാരും 3 ആൺപിള്ളാരുമാണ് അവിടെ മത്സരിക്കുന്നത്. ഫീമെയിൽ നീല, കാസ്റ്റു, അലീന എന്നിവരും മെയിൽ നാരായണൻ, ശംഭു, വിജയ് എന്നിവരുമാണ്. അവിടെ ക്യാമറ വഴി അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഷോ ഡയറക്ടറായിരുന്നു വർമ്മ. ഈ ഗെയിം നല്ല വിജയത്തിലെത്തിക്കാനായി പ്രേതത്തിന്റെ വേഷത്തിൽ പോലും അവരെ പേടിപ്പിക്കാനായി ഓരോരുത്തർ അഭിനയിച്ചും വരാറുണ്ട്. നീര റൂമിലേക്ക് കയറുമ്പോൾ വ്യത്യാസമായ സൗണ്ട് കേൾക്കുകയാണ്. അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ കാറുകയാണ്. എന്നാൽ ആൾക്കാരെല്ലാം കൂടെയുള്ളവർ പേടിക്കുന്നുണ്ടെങ്കിൽ നാരായണന് മാത്രം പേടിയില്ലായിരുന്നു. അതിനുശേഷം അവർ കടന്നുറങ്ങുകയാണ്. അടുത്ത ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ മത്സരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഐലൻഡ് മൊത്തം കണ്ടുകൊള്ളാൻ അവരോട് പറയുകയാണ്. എല്ലാവരും അവിടെ കാണാൻ പോകുമെങ്കിലും നാരായണൻ മാത്രം പോകുന്നില്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ മാനേജർ ആയിരുന്നു ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത്. എന്തോ കാരണത്താൽ അയാൾ അയാളുടെ വൈഫിനെയും കുഞ്ഞിനെയും കൊന്നു. അതിനുശേഷം അവിടെ ആ പ്രേതമുണ്ടെന്നായിരുന്നു അവിടെയുള്ളവർ വിശ്വസിച്ചിരുന്നത്. ടാസ്ക് കൊടുക്കുകയാണ്. 2 ടീമായി തിരിയണം. ടീമിലുള്ള ഒരാളെ പോയി TV കാണണം. അവിടെ വേറെ ആരും നിൽക്കരുത്. ആ TV കാണുമ്പോൾ ഒരു എനർജി ഉണ്ടാകും. അലീന ആ മുറിയിലേക്ക് പോകുകയാണ്. അപ്പോൾ എന്തോ ഒരു രൂപം അതുവഴി പോകുന്ന കാണും. അലീന പേടിച്ചിട്ട് കാറുകയാണ്. ജെയിൻ ദാസും കൂടെ വന്നിട്ട് അലീനയെ എടുത്ത് തന്നിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ തലകറങ്ങി വീഴും. നാരായണനും ശംഭുവും പേടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മീര പേടിച്ച് അങ്ങോട്ടേക്ക് വരികയാണ്. പ്രൊഡ്യൂസർ പറയാണ് ഇവർ ഈ നിഴല് കണ്ട് പേടിച്ചാൽ എങ്ങനെയാ ഇവർ വിജയിക്കുന്നതെന്ന്. സെക്കൻഡ് ടാസ്ക് തുടങ്ങുകയാണെന്ന് അവരോട് മൈക്കിൽ പറയും. ഈ ഗെയിമിൽ ഒരു സ്ഥലത്ത് ഒരു ക്ലൂ ഉണ്ടാവും. ആ ക്ലൂ കണ്ടുപിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടും. അവിടുന്ന് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം. ഈ ഗെയിം 4 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കണം. അത് ചെയ്ത് തീർക്കാത്ത ഔട്ടായി പോവുകയും ചെയ്യും. 4 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നവർ വിജയിക്കും. ശംഭു ആണെങ്കിൽ തെറ്റായ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ മരത്തിന്റെ അടുത്തേക്ക് പോയി അവിടെ ഒരു ഡോർ ഉണ്ട്. അത് തുറക്കുകയാണ്. പെട്ടെന്ന് അതിനകത്തുനിന്ന് പുക വരികയാണ്. അപ്പോൾ അലീന പറയാണ് എല്ലാം നിന്റെ കുഴപ്പം കാരണം. ശംഭു ദേഷ്യപ്പെടുകയും അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയും ചെയ്യുകയാണ്. നാരായണൻ നോക്കുമ്പോൾ സൈഡിൽ കൂടെ ഒരു വെളിച്ചം വരുന്നതായി കാണും. അത് ആരാ എന്ന് നാരായണൻ ചോദിക്കുകയാണ്. ശംഭു പറയും അവിടെ ഒന്നുമില്ലെന്ന്. അപ്പൊ ഡ്രമ്മിന്റെ സൗണ്ട് കേൾക്കുവാണ്. ശംഭു നാരായണനും ആ വശത്തേക്ക് പോകുകയാണ്. ഹീറോ ആ വീഡിയോകളെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. ഹീറോ ആയിഷയോട് ചോദിക്കുകയാണ് ബ്രഹ്മഗിരിയിലെ TV പ്രോഗ്രാമിനെ പറ്റി വല്ലതും അറിയാമോ, ഇതിനെപ്പറ്റി വല്ലതും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആയിഷ പറയുകയാണ് എനിക്കറിയാം, അവിടുത്തെ മെയിൻ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണത്. ഹീറോ വീണ്ടും ആ വീഡിയോ കാണുകയാണ്. അവിടെയുള്ളവരെല്ലാരും വീട്ടിലേക്ക് കയറി വരികയാണ്. നാരായണൻ എന്തിനെയോ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശംഭു മാത്രം തിരിച്ചു വന്നില്ല. അതുകൊണ്ട് തന്നെ അവര് ആ ശംഭുവിനെ നോക്കി അങ്ങോട്ടേക്ക് പോകുകയാണ്. കിണറിന്റെ അവിടെ ഒരു സൗണ്ട് കേൾക്കുകയാണ്. അവർ പോയി നോക്കുമ്പോൾ കിണറ്റിൽ മരിച്ച നിലയിൽ ശംഭുവിനെ കാണുകയാണ്. എല്ലാവരും അത് കണ്ട് പേടിച്ച് ഭയന്ന് റൂമിലേക്ക് പോകുകയാണ്. മീര എന്തോ കണ്ട് പേടിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ 2 കാലുകൾ നടന്നു പോകുന്നതായി കാണും. ഈ കനൽ പോലെയാണ് അവളുടെ കാലുകൾ ഇരിക്കുന്നത്. അത് കണ്ട് അവൾ നിലവിളിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. അലീന പ്രൊഡക്ഷൻ ടീമിനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നെങ്കിലും അവരാരും ഇത് അറിയുന്നുണ്ടായിരുന്നില്ല. ബ്രേക്ക് സമയമായതുകൊണ്ട് പ്രൊഡക്ഷനുള്ള ആൾക്കാരെല്ലാവരും വെളിയിൽ നടക്കാനായി പോയി. മേഘയുടെ ഭർത്താവ് രവിവർമ്മയും ലക്ഷ്മി എന്ന ഒരു പെണ്ണുമാണ് അവിടെ ഉള്ളത്.
എന്നാൽ അവർ രണ്ടുപേരും മരിച്ചു കിടക്കുകയാണ്. നാരായണൻ വിജയ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു വെളിച്ചം കാണും. വിജയ് പറയും നാരായണനോട് അങ്ങോട്ടേക്ക് പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് നാരായണൻ കേൾക്കാതെ അങ്ങോട്ടേക്ക് പോകും. അതിൽ പെട്ടെന്ന് നാരായണന്റെ മേത്തേക്ക് വീഴും. അത് കണ്ട് പേടിച്ച് വിജയ് അവിടുന്ന് ഓടുകയാണ്. വിജയ് നാരായണൻ നാരായണൻ പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് നാരായണൻ വരികയാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ നാരായണൻ അല്ല എന്ന് വിജയ്ക്ക് തോന്നുകയാണ്. എന്തോ ഒരു അമാനുഷികമായ ഒരു രൂപമായിട്ട് അവന് തോന്നുന്നു. അലീനയും മീരയെയും നാരായണൻ കൊല്ലുകയാണ്. അങ്ങനെ അവിടെയുള്ളവരെല്ലാം മരിച്ചു പോവുകയാണ്. എന്നാൽ വിജയ് മാത്രം അവിടെ പുഴയിൽ ചാടി രക്ഷപ്പെടുകയാണ്. ഹീറോയോട് പറയുകയാണ്, ബ്രഹ്മഗിരിയിൽ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുലശേഖരൻ നമ്പൂതിരിയാണ് അവിടെ താമസിച്ചിരുന്നത്. ആ നാട്ടിൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ നാട്ടിലുള്ള ആമ്പിള്ളാരെല്ലാവരും അവളുടെ പുറകെയായിരുന്നു. കുലശേഖരൻ ആ പെണ്ണിനെ സെക്കൻഡ് മാരേജ് ചെയ്ത് ആരെയും കാണിക്കാതെ മുറിയിൽ പൂട്ടിയിടുമായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രം തെയ്യൽ ഫെസ്റ്റിവൽ നടക്കും. അപ്പോൾ മാത്രമേ അവൾക്ക് പുറത്തേക്ക് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന വർഗത്തിൽപ്പെട്ടവരാണ് തെയ്യമാടുന്നത്. അവരോട് ആ പെണ്ണിനെ ഒരു ഇഷ്ടം തോന്നുകയാണ്. ഇത് കുലശേഖരന് മനസ്സിലാകുന്നു. അറിഞ്ഞ് അവിടുത്തെ മലയനെ കൊല്ലുകയാണ്. ഇത് അവരറിഞ്ഞ ഒരു മരത്തിന്റെ അടിയിൽ അവന്റെ ശവം മറവ് ചെയ്യുകയാണ്. ആരെയും അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു. അതൊരു കാടായി മാറി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാരാണ് അവിടെ ഒരു ബംഗ്ലാവ് പണിഞ്ഞത്. ഇത് കേട്ട ഹീറോ വിജയോട് ചോദിക്കുകയാണ് അന്ന് എന്താണ് സംഭവിച്ചത്. ഇത് കേട്ടിട്ട് അവനൊന്നും മിണ്ടുന്നില്ല. കാരണം അവൻ ഒരു കോമ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഹീറോ ഹാനയോട് പറയാണ് നമുക്ക് ബ്രഹ്മഗിരിയിലേക്ക് പോകണമെന്ന്. ഇത് കേട്ട മേഘ പറയുകയാണ് ഞാനും കൂടെ വരാം. ഇവർ 3 പേരും അങ്ങോട്ടേക്ക് കാറിൽ പോവുകയാണ്. ആ ബംഗ്ലാവിൽ ചെല്ലുമ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അവരെ പേടിപ്പിക്കുന്ന കാര്യം എന്തൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നോക്കി കാണുകയാണ് ഹീറോ ഹാനയോട് പറയാണ് ഇവിടെ റിയാക്ഷൻ ശക്തിയുണ്ട്, അത് നമുക്ക് മാറ്റണം. നമ്മൾ വീക്കായി ഇരിക്കുമ്പോൾ ആ അമാനുഷികമായ ശക്തി നമ്മളോട് സംസാരിക്കാൻ വരും. അതുകൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യാം. ഹീറോ പറയുകയാണ് ഒന്നെങ്കിൽ ആ വിജയ് ആയിരിക്കും ഇവരെല്ലാം കൊന്നത്, അതുമല്ലെങ്കിൽ അമാനുഷിക ശക്തി ആയിരിക്കാം ഇതിനെല്ലാം കാരണം. ആഗ്രഹം സാധിക്കാതെ പോയ ആത്മാവ് ആഗ്രഹം സാധിക്കാനായി തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഇവർ ആ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്നാൽ അവിടേക്ക് വലിയൊരു കാറ്റ് വരികയാണ്. ഇത് മേഘ ശ്രദ്ധിക്കുന്നു. അവിടെ ഇരുന്ന കസ്താര പെട്ടെന്ന് മേളിലേക്ക് പൊങ്ങി പോകുകയാണ്. അവിടുന്ന് ചെലങ്കയുടെ സൗണ്ട് കേൾക്കുകയാണ്. മേഘ പേടിച്ചിരിക്കുമ്പോൾ അവർ സമാധാനപ്പെടുത്തുകയാണ്. പെട്ടെന്ന് അവിടെ കറണ്ട് പോക്കുകയാണ്. മേഘ ജനറേറ്റർ ഓൺ ആക്കാൻ പോകുമ്പോൾ മേഘേനെ ആരോ തൊടുന്നത് പോലെ തോന്നുന്നു. അത് ഹീറോയാണെന്ന് അവൾ വിചാരിച്ച്. പക്ഷെ അവൾ ലൈറ്റ് ഇട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഡ്രസ്സ് എല്ലാം കീറിയിരിക്കുകയാണ്. അപ്പോൾ അവൾ പേടിച്ച് താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് ഹീറോ അവളെ എടുത്തുകൊണ്ട് പോകുന്നു. മേഘ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഹാനയുടെ കഴുത്തെ പിടിച്ച് തിരിക്കുകയാണ്. അത് ഹീറോ കണ്ടിട്ട് പെട്ടെന്ന് മേഘയെ കൺട്രോൾ ആക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മേഘയെ പിടിച്ച് കെട്ടിയിടുന്നു. ഹാനയോട് പറയുക മേഘയുടെ ശരീരത്തിൽ പ്രേതബാധയാണ്. എന്തോ ഒരു സൗണ്ട് കേട്ട് ഹീറോ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയം മേഘ പറയുകയാണ് എന്റെ കയറൊന്ന് അഴിച്ചു വിടാൻ. അപ്പൊ ഹാന ഒന്ന് പേടിയോടെയാണെങ്കിലും കയർ അഴിച്ചു വിടുന്നു. പെട്ടെന്ന് എന്തോ ഒരു രൂപം കണ്ട് ഹീറോ പേടിച്ച് കഥ അടയ്ക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഇരുട്ടായി മാറുകയാണ്. ഹാന എന്തോ കണ്ട് പേടിച്ച് ട്രീ ഹൗസിന്റെ മണ്ടയ്ക്ക് കയറുകയാണ്. അത് ഹീറോ കണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ ഹാന മണ്ടയ്ക്കൊന്ന് ചാടി മരിക്കുകയാണ്. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് സഹിക്കാനാകുന്നില്ല. അത് കണ്ട് മേഘയോട് പറയുവാണ് നിനക്ക് തൃപ്തിയായോ, നീ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചേ എന്നൊക്കെ പറയുന്നു. ഹീറോയ്ക്ക് ദേഷ്യം വന്ന് മേഘയെ അടിക്കുകയാണ്. ആ സമയത്ത് മേഘ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ മോണിറ്റർ കണ്ട് മേഘ കരയുകയാണ്. ഹീറോ നോക്കുമ്പോൾ അവൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് നോക്കുമ്പോൾ ആ മോണിറ്ററിലേക്ക് നോക്കുകയാണ്. അതിൽ ഹീറോയാണ് ഹാനയെ കൊന്നതായിട്ട് കാണിക്കുന്നത്. അവിടുന്ന് ഡ്രമ്മിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ കുഞ്ഞാവിനെ പോലെ വേഷം ധരിച്ച് ഹീറോ മാറുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുകയാണ്. മേഘ ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവനെ കൺട്രോൾ ചെയ്യുകയാണ്. അതിനുശേഷം ഹീറോയും കൊണ്ട് മേഘ അവിടുന്ന് പോവുകയാണ്. പെട്ടെന്ന് ഒരു കോള് വരികയാണ്. അത് കണ്ടപ്പോൾ മേഘ അത് എടുക്കുന്നു. അപ്പോൾ പറയുകയാണ് അവിടെ നിന്ന് പെട്ടെന്ന് പൊക്കോ, അവിടെയുള്ള വിളക്ക് കത്തിച്ച ആ അമാനുഷിക ശക്തി നിങ്ങളുടെ ശരീരത്തേക്ക് വരും. എന്നാൽ ആ അമാനുഷിക ശക്തി ഹീറോയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. മേഘേനെ മാറ്റി ഹീറോ വണ്ടി ഓടിക്കുകയാണ്. അവിടെയുള്ള പാലത്തിൽ തട്ടി വെള്ളത്തിലേക്ക് ആ വണ്ടി വീഴുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഒരു പയ്യൻ ഹീറോയുടെ വാച്ച് എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നതാണ്. ഇതോടെ ഈ പടം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.